ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കടലക്കറിയാണ് കേട്ടോ. വറുത്തരച്ച കടലക്കറി, അതായത് വറുത്തരച്ച് നമ്മൾ തേങ്ങ അരയ്ക്കാതെ എങ്ങനെ വറുത്ത് വയ്ക്കാം എന്നുള്ള രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കടല തലേ ദിവസം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലെ കുക്കറിലോട്ട് കടല തട്ടുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറും ഉപ്പ് മാത്രം ഒഴിച്ചിട്ടും വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഞാൻ വെറും ഉപ്പ് മാത്രമാണ് ഒഴിക്കുന്നത്. ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ്. കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങളുടെ കടല വേവുന്നതിൻ്റെ ഉള്ള രീതി. അത് കഴിഞ്ഞതാ ഒരു സവാള ഞാൻ കുഞ്ഞായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിനാട്ടോ അരിഞ്ഞത്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളത് ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലിയെടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി തീർന്നതിന് ശേഷം നേരെ ഞങ്ങൾ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചില്ലേ, അത് ഇടുക. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചില്ലേ, ആ സവാള നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നല്ലതുപോലെ അതും വഴറ്റുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കടല നമ്മൾ വേവിച്ചില്ലേ, അതിൽ തന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാ നല്ലപോലെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ കടല വെന്തോന്ന് നോക്കണം കേട്ടോ. കടല നോക്കിയപ്പോഴത്തേക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നല്ല സോഫ്റ്റായിട്ട് അത് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കടല വേവിക്കാൻ വെച്ച വെള്ളവും കൂടി ആയിട്ട് ചേർത്ത് നമ്മൾ അതിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ, ചിലപ്പോൾ വെള്ളം തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളത്തിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് കടലയ്ക്ക് സെപ്പറേറ്റ് ഉപ്പ് ഒഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പുണ്ട് അതിൽ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കടല എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ, കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് കടല എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് ഇടുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും അത് സെറ്റായിക്കോളും. ആ സമയം കൊണ്ട് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കടല അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇതിനി നമ്മൾ നേരെ കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നുമില്ല. കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ കറിക്കൊരു ചെറുതായിട്ടൊരു കൊഴുപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടായിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഉടച്ച് ചേർത്തതിന് ശേഷം കറി നല്ല കുറുകി, നിങ്ങൾക്ക് എത്രയാണോ കുറുകേണ്ടത് അതുവരെ ഒന്ന് കുറുക്കിയെടുക്കുക. എനിക്ക് ഒരു മീഡിയം ലെവലിൽ കുറുകി കിട്ടിയാൽ മതി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടിന് ഇച്ചിരി കറി ഇവിടെ എല്ലാവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കറി വെച്ച് തന്നെ എടുക്കുക. അതല്ല കറി വേണ്ട, കുറച്ചുകൂടെ കുറുകി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കുറുക്കാം വെച്ചിരുന്ന് നല്ലപോലെ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ലെവൽ തന്നെയാണ് കറക്റ്റ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു ലെവൽ വെച്ച് തന്നെ ഇത് ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ആ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.